25 വർഷങ്ങൾ കഴിഞ്ഞ് കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പൊ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു വലിയ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. ഇതിനകത്തും ഒരു ഇമോഷന്റെ ഘടകമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഇപ്പൊ രഞ്ജേട്ടൻ ഇവിടെ വന്ന് ഇത്രയും കഥകൾ പറയുമ്പം സോമേട്ടന്റെ സമകാലീനനായ, സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, സോമേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള ഒരാളോട് വളരെ സാമ്യമുള്ള ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരാള്. അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സൺ ആണ്. നമ്മളോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്റേതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന, മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ജേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ്. സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു. സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില്? 72 ഞാൻ കയറുന്നു. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് KS സേതുമാധവ സാറിന്റെ പടത്തിലാണ്. അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞ ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ള പടം അവിടെ ഗായത്രി, അത് 74-ലാണ്. ശ്രീധരന്റെ ഇടം എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി. അവിടെ വെച്ച് അത് ശുചീന്ദ്രത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അന്നാണ് ഞാൻ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ഈ കണ്ട് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ച് കഴിച്ചപ്പോഴത്തെ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി. അതാണ് സോമന്റെ വ്യത്യാസം. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രാവശ്യം സോമനുമായിട്ട് സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും സോമനെ മറക്കുകയോ സോമനടുത്തത് പോവുകയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ. ജനാർദ്ദനൻ ഡിഫൻസ് ഉണ്ടായിരുന്നില്ലേ? സോമൻ 9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി 2 കൊല്ലം കഴിഞ്ഞ പാടി ഉണ്ടാക്കി തിരിച്ചു പോന്നു. നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ ബന്ധം ഉണ്ടാക്കണം. എനിക്ക് അതേ ഒരുപാട് സുഹൃത്തുക്കളില്ല. പക്ഷേ ഈ സോമന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് കഴിച്ചത്. അവൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നത്, എൻ്റെ വീട്ടിൽ അവർ അത് എന്താണെന്ന് അറിയില്ല, ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും. അതാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വലിയ ഇഷ്ടമായിരുന്നു. അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക, തിരിച്ചു വരിക, പ്രതിഷേധങ്ങൾ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മ? ഞാനുമായിട്ട് അങ്ങനെ പിണങ്ങിട്ടൊന്നുമില്ല. ഞാൻ ചീത്ത പറയും, അങ്ങോട്ട് ചീത്ത പറയോ? അതുകൊണ്ട് തമ്മിലെടുത്ത ആ പരിപാടികളൊക്കെ ഞങ്ങൾ വളരെ അത്ര അടുപ്പമായിരുന്നു. എന്നെ വിളിച്ചോണ്ടിരുന്നത് ജനു എന്നെ വിളിക്കും, ഞാൻ സോമു എന്നാണ് വിളിക്കുന്നത്. സോമു? എടാ സോമു, എടാ ജനു, അങ്ങനത്തെ കാര്യം കൊണ്ട് പുള്ളിക്ക് എന്തായാലും ശകലം പുസ്തു. അല്ല എന്തായാലും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെയാണ് ഞങ്ങളുടെ പെരുമാറിയിരുന്നത്. അല്ല പ്രായം, ഇപ്പം രഞ്ജേട്ടനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞു, അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്ത കൂട്ടായിരുന്നല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത്? പ്രായം മാത്രമല്ല, ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു. എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം എന്ന് പറയില്ല, അതായിരുന്നു സോമേട്ടൻ.